ആദ്യമായിട്ട് വില കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോർമലായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കോഴി ഇപ്പോൾ തീരെ വാങ്ങിക്കൂടാ, മീനും വാങ്ങിക്കൂടാ, ഒക്കെ വില തന്നെ. ഇവിടെ വലിയ ആളൊന്നും ഇപ്പോൾ ഇല്ല, ഇപ്പോൾ മാളിലൊക്കെ അതിലെ കച്ചവടം. പച്ചക്കറിക്ക് ആളുണ്ട്, പക്ഷെ വില ആശാണ്. വില കേട്ടപ്പോൾ ആൾ മേടിച്ചു പോവാ. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസമാണ് ചിക്കൻ്റെ വില കൂടിയത്. ഇത്തവണ ഇനിയിപ്പോൾ ബീഫിൻ്റെ വിലയും കൂടാൻ പോവുകയാണ് അടുത്ത ദിവസം തന്നെ. പച്ചക്കറി വിലയുടെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് പച്ചക്കറി വില ഉൾപ്പെടെ ഈ ഇറച്ചിയുടെ വില വർധനവ് എങ്ങനെയാണ് പച്ചക്കറി മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. നമ്മളിപ്പോഴുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പച്ചക്കറി മാർക്കറ്റുകളിലൊന്നായ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിലാണ്. ഇവിടുത്തെ കച്ചവടക്കാരും ഇവിടെ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ഉപഭോക്താക്കളും എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാം. എങ്ങനെ ഈ ഇറച്ചി വിലയിലെ വർധനവ് പച്ചക്കറി വിൽപ്പനയെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല, വില കുറവല്ലേ ഇപ്പോൾ, പച്ചക്കറി സാധനം വില കുറവാണോ? പച്ചക്കറിക്ക് വില കുറവാണ്. അല്ല, അതല്ല, ഇറച്ചി വിലയിലെ വർധനവുണ്ടാകുമ്പോഴേ നിങ്ങളെ കൂടുതലായിട്ട് ആളുകൾ വരുന്നുണ്ടോ ഇങ്ങോട്ടേക്ക് മാർക്കറ്റിലേക്ക്? സാധാരണ ഉള്ള ആളുകൾ അതിന് വലിയ വേരിയേഷൻ ഒന്നുമില്ല. സാധനം വില കൂടുതലില്ല, ഇറച്ചിയൊക്കെ. ഇപ്പോഴത്തെ വില എങ്ങനെയാണ്? വില അധികം ഒന്നും ഇല്ലല്ലോ. ഇല്ല, ആശ്വാസമാണ്. കുഴപ്പമില്ല. ഇറച്ചി കഴിക്കുന്ന ആളാണ്? അതെ. ഇറച്ചി വില കൂടുന്നുണ്ട്. കൂടുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ പച്ചക്കറിയിലേക്ക് മാറേണ്ടി വരും. എങ്ങനെയാ? അങ്ങനെയില്ല, നമ്മൾ ചിക്കൻ ഇടയ്ക്കൊക്കെ കഴിക്കുള്ളൂ, പച്ചക്കറി തന്നെ അധികം കഴിക്കും. കുഴപ്പമില്ല. അപ്പോൾ പച്ചക്കറിക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പച്ചക്കറിക്ക് വില കുറവുണ്ട്. ഇപ്പോൾ ചിക്കൻ അടിസ്ഥാനത്തിലൊക്കെ വളരെ കൂടുതലാണ്. 250 രൂപക്കാണ് ഇപ്പോൾ കിലോന് വെക്കണത്. ഇപ്പോൾ മീനും ഇപ്പോൾ കുറയണുള്ളൂ. മത്തിക്ക് വരെ 200 രൂപ, 250 രൂപ, 300 രൂപയ്ക്കാണ് കഴിഞ്ഞ ആഴ്ചയൊക്കെ വില. അത് കാരണം പച്ചക്കറി അത്യാവശ്യം ജനങ്ങളുണ്ട്. ഇപ്പോൾ പച്ചക്കറി വില കുറവാണ്. ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പം ആളിപ്പോൾ മാർക്കറ്റിലേക്ക് ഇപ്പം വരുന്നുണ്ട്. അലവില്ലപ്പോൾ പോകുന്നത് കാരണം പറ്റ മോശമല്ല. ആദ്യമായിട്ട് വില കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോർമലായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. യുദ്ധം തുടങ്ങിയ സമയത്ത് പെട്രോളിന് വില കൂടിയപ്പോൾ കുറച്ച് കൂടിയിരുന്നു. ആ ടൈമിൽ പെട്രോൾ ഡീസൽ വണ്ടിക്ക് വിലയാണ്. നമുക്ക് വരുന്ന സാധനം ഒന്നും ഇവിടെ കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറമോ കേരളത്തിലുള്ള സാധനമല്ല. തമിഴ്നാട്ടിൽ നിന്ന് വരണം, ആന്ധ്രയിൽ നിന്ന് വരണം, ബോംബെയിൽ നിന്ന് വരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വില കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ നോർമലായി വന്നപ്പോൾ വരുന്നുണ്ട്, കൂടുതൽ വരുന്നുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാ വില തന്നെ. ചെറിയൊരു ഇതോളൂ. കോഴി ഇപ്പോൾ തീരെ വാങ്ങിക്കൂടാ, മീനും വാങ്ങിക്കൂടാ, ഒക്കെ വില തന്നെ. സാധാരണക്കാരൻ്റെ നടപടിയാണ്. സർക്കാരിനോടൊന്നും പറയാനുണ്ടോ? സർക്കാരിന് എന്തെങ്കിലുമൊക്കെ വില കുറയ്ക്കാനുള്ള എന്തെങ്കിലും പറയാം. അതിന് നിയന്ത്രിക്കാൻ എന്തെങ്കിലും നടപടി എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പച്ചക്കറി വില കുറവല്ലേ, പച്ചക്കറി എപ്പോഴും വില കുറവ് തന്നെ ഉണ്ടാവാൻ. ആളുകൾ കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നുണ്ടോ? ആളുകൾ കൂടുതൽ സാധാരണ വരുന്ന തന്നെ ഉണ്ടാവുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മിന്നല്ലേ നമ്മളെ ആൾ പ്രത്യേക മത്സ്യവും ഇറച്ചിയൊക്കെ വില കൂടി വെച്ചിട്ട് അതിനകത്തൊന്നും ചിലവൊന്നും ഇവിടെ ആയില്ല. ഈ ആളുകളെ ഞാൻ ചോദിച്ചപ്പോൾ സാധാരണക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോൾ പച്ചക്കറിയിലേക്ക് എങ്ങാണ്ട് പോകേണ്ടി വരും എന്നാണ്. പച്ചക്കറിയിലേക്ക് പോകണില്ല, പച്ചക്കറിക്ക് വില കൂടുതലൊന്നും ആയില്ല. പച്ചക്കറി ആൾ വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്താ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആളുണ്ടോ? എങ്ങനെ? ആള് മിതമായ തന്നെ ഉള്ളൂ. ഇവിടെ വലിയ ആളൊന്നും ഇപ്പോൾ ഇല്ല, ഇപ്പോൾ മാളിലൊക്കെ അതിലെ കച്ചവടം. മാളിൽ ഓഫർ ഇടും, ബാക്കിയൊക്കെ കവറിന് പോലുള്ള വില. എന്തായാലും നമ്മളിപ്പോൾ ഓഫർ ഇടുന്ന സാധനമല്ല വാങ്ങാം. മാൾ പോയാൽ എന്തെങ്കിലും ഒന്നും വാങ്ങാതെ വെക്കൂല, അതല്ല അവിടുത്തെ കച്ചവടം. അതാണ് സാധാരണക്കാരൻ്റെ ചെറിയ ചില്ലറ കച്ചവടക്കാരൻ്റെ വയറ്റത്തടിക്കുന്ന കച്ചവടം വലുത്. I came here to bring the vegetables. Non-veg? We eat, but most of the time we eat vegetarian. Like rainy season we avoid non-veg. Seafoods actually. But that's why we are here to bring the vegetables. വില കുറഞ്ഞപ്പോൾ ആൾക്കാർ വില തുടങ്ങി. ഇപ്പം ഇറച്ചിക്ക് വില കൂടി, മീൻ വില കൂടി. അതിനെക്കൊണ്ട് പച്ചക്കറി വില കുറഞ്ഞിരിക്കുന്നു. മുമ്പത്തേനേക്കാളുണ്ട്. സൂപ്പർ റേറ്റ്. തക്കാളിക്ക് 2 കിലോ ആദ്യം 40-50 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 2 കിലോ 25 രൂപയായി. അതുകൊണ്ട് ഇത് കാണുന്ന ഉപഭോക്താക്കൾ മാക്സിമം വേഗം പച്ചക്കറി വാങ്ങുമെന്ന്. കുഴപ്പമില്ല. പച്ചക്കറിക്ക് ആളുണ്ട്, പക്ഷെ വില ആശാണ്. വില കേട്ടപ്പോൾ ആൾ മേടിച്ചു പോവാ. ഇല്ല പറയാം എന്താ, ഇന്ന് 10 രൂപയുടെ സാധനം വ്യത്യാസം 20 രൂപ പറയുമ്പോൾ അവിടെ മഴയായതുകൊണ്ട് ഇവിടെയും മഴയാണ്. സാധനത്തിന് വെറുത്ത് കുറവാണ് സാധനം. നിങ്ങൾക്ക് 10 ആൾക്ക് വരുന്ന സ്ഥലത്ത് 5 ആൾക്കാർ വരുന്നു. അപ്പോൾ സാധനം കുറവാകുമ്പോൾ വിലയും കൂടും. കൂടുതൽ വന്നാൽ വില കുറച്ച് കിട്ടും. അത്ര അതിന് പോകണം. അങ്ങനെ ചെയ്തു. സർക്കാർ എന്ത് ചെയ്യാനാ ഈ കച്ചവടത്തിന്? സർക്കാർക്ക് കൃഷിക്കാർക്ക് ആനുകൂല്യം കൊടുത്താൽ ഓർ ഉണ്ടാക്കി ഇങ്ങോട്ട് പറഞ്ഞേക്കാം, അത്രേ ഉള്ളൂ. ലേസും അങ്ങനെ വില കുറവുണ്ട്. വില നല്ല മാർക്കറ്റാണ്, വില കൂടും ഉയരും.
മാത്രമേ ഉള്ളൂ. അത് ഈ വരമരി വരണ്ട് അതിന് പകുതി കുറവാണ്, 140% കുറവാണ്. അത് അല്ല കച്ചവടം അങ്ങനെ പച്ചക്കറി വില ജാസ്തി അതും കുറവാണ്, അല്ലല്ല മാർക്കറ്റ് വില. അപ്പോൾ ആൾക്കാർ ആദ്യം 100% ഉണ്ട്, ഇപ്പോൾ 40% 60% കുറവ് ആൾക്കാർ. ഇറച്ചി വില കൂട്ടിയിട്ടുണ്ടല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? അതും മീനൊക്കെ റേറ്റിലേക്കാണല്ലോ പോകുന്നത്. ഇപ്പോൾ പച്ചക്കറിയാണോ ആശ്വാസം? പച്ചക്കറിയാണ് പിന്നെ തോന്നുന്നു. ഇതിൻ്റെ നിലവാരം എപ്പോഴാണ് മാറുകയെന്ന് പറയാൻ പറ്റില്ല. ഇറച്ചി ഉപയോഗിക്കാറുണ്ടോ എങ്ങനെ? അല്ല അങ്ങനെ കുറവാണ്, അതുകൊണ്ട് ആശ്വാസം. സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളാണ്, പക്ഷേ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്നതുകൊണ്ട് പിന്നെ വല്ലപ്പോഴും ഇവിടെ വരുന്നുള്ളൂ. നിലവിൽ ഇപ്പോൾ ഇറച്ചി വില കൂടി, ചിക്കന് കൂടി, ബീഫിന് കൂടാൻ പോകുന്നു. അപ്പോൾ പച്ചക്കറിയാണോ ആശ്വാസം, എങ്ങനെയാണ്? അല്ല, മീൻ നമ്മൾ എന്തായാലും ഒഴിവാക്കുന്ന ഘടകമല്ല, പൊതുവേ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. എന്നിരുന്നാലും പച്ചക്കറി ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. മീൻ വില കൂടി, ചിക്കനൊക്കെ വില കൂടിയുണ്ട്. പച്ചക്കറി ചില കിലോ 60-70 ഉള്ളൂ. മത്തിക്ക് 290 വില. 1 കിലോ വെണ്ടയ്ക്കൊക്കെ 60 ഉള്ളൂ, 50 40 ഉള്ളൂ. അതേപോലെ തക്കാളി 2 കിലോ 50. ഈ ഇറച്ചി മീനിൻ്റെ വിലക്കയറ്റത്തെ എങ്ങനെയാണ്? മീൻസ് അപ്പോൾ അതിൻ്റെ യൂസ് നമ്മൾ കുറയ്ക്കുന്ന ചില ഡെയിലി വീട്ടിൽ വേണം, പക്ഷേ എന്നാലും ലിമിറ്റഡ് ആക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കുറച്ചിട്ട് രണ്ട് നേരത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും പച്ചക്കറി. പച്ചക്കറി വീട്ടിൽ രണ്ടും എടുക്കാറുണ്ട്, പച്ചക്കറിയും വേണം നോണും വേണം. അപ്പോൾ പിന്നെ മീൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻസ് ഫുള്ളായിട്ട് എടുക്കത്തില്ല, നെക്സ്റ്റ് ഡേക്കിലേക്ക് കൂടി മാറ്റി വെക്കും, എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും ഇറച്ചിയുടെയും മീനിൻ്റെയും എല്ലാം വില വലിയ തോതിൽ വർദ്ധിച്ചപ്പോൾ താരതമ്യേന വില കുറവുള്ള പച്ചക്കറി തന്നെയാണ് പൊതുജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത്. എന്നാൽ ഇപ്പോൾ പാളയം പോലുള്ള പൊതുമാർക്കറ്റുകളിൽ പച്ചക്കറി വാങ്ങാനെത്തുന്നവരുടെ എണ്ണം കുറവാണ് എന്നുള്ളത് ചെറുകിട പച്ചക്കറി കച്ചവടക്കാരെ വലിയ ആശങ്കയിലാഴ്ത്തുന്ന കാര്യമാണ്. ഇതിൽ സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും പരിഹാര നടപടികൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് പൊതുജനങ്ങളും കച്ചവടക്കാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ ടി കെ റിഷാദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.